നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫൈനൽ കട്ട് പ്രോയുടെ ഇൻ്റർഫേസിനെ കുറിച്ചാണ്. ഇൻ്റർഫേസ് ഡീറ്റെയിൽ ആയിട്ടല്ല, ഒരു പ്രിലിമിനറി അവയർനെസ് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കിട്ടും. ഏത് സോഫ്റ്റ്വെയറിനും ഉള്ളതുപോലെ ഫൈനൽ കട്ട് പ്രോയുടെയും ടോപ്പ് ലെയർ നോക്കിയേ, നിങ്ങൾക്ക് ഫയൽ, എഡിറ്റ്, ട്രിം എന്നിങ്ങനെയുള്ള മെനൂസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ മെനൂസ് ഒന്നും നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, വരുന്ന വീഡിയോകളിൽ ഓരോ മെനു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതാണ് ഒരു സെക്ഷൻ, അതിൻ്റെ മെനു ആക്സസ് ചെയ്യാനുള്ള ഒരു ഭാഗം. ഇനി അത് കഴിഞ്ഞാൽ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് സൈഡ് ബാർ എന്ന് പറയുന്നത്. സൈഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൊജക്റ്റ് ആഡ് ചെയ്താലും നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഈ സൈഡ് ബാറിനുള്ളിലായിരിക്കും. സൈഡ് ബാറിനകത്ത് ഓട്ടോമാറ്റിക്കലിയും ഫോൾഡർ ചിലത് ക്രിയേറ്റ് ചെയ്യും, മാനുവലിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏതാണ്ട് ഇത് ഈ കാണുന്നത് പോലെയാണ് നമ്മളുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഫോൾഡർ സ്ട്രക്ചറിൻ്റെ ഒരു രൂപം. അപ്പോൾ ഇത് സൈഡ് ബാർ. ഇനി സൈഡ് ബാറിലെ നമ്മളുടെ ഫയലുകളെല്ലാം തൊട്ടപ്പുറയുള്ള ഒരു ബോക്സിലേക്ക് കാണാൻ പറ്റും, അതാണ് ബ്രൗസർ. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ അതിൻ്റെ തംബ്നെയിൽ കാണാൻ പറ്റുന്നത് ഈ ബ്രൗസറിനുള്ളിലാണ്. അപ്പം സൈഡ് ബാർ പഠിച്ചു, അതിൻ്റെ തൊട്ടടുത്ത് ബ്രൗസറുണ്ട്. ഇനി ബ്രൗസർ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വിൻഡോയാണ് വ്യൂവർ എന്ന് പറയും. അതായത് ബ്രൗസറിൽ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണണമെങ്കിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് ഈ വ്യൂവറിൽ കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി വ്യൂവർ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറയുള്ള വിൻഡോയാണ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമാൻഡിങ് സെൻറ്റർ പോലെ നിങ്ങൾക്ക് ഓർക്കാം. അതായത് നമ്മൾ വീഡിയോയുടെ മാനിപ്പുലേഷൻസ് എല്ലാം, ഏതിൻ്റെ മാനിപ്പുലേഷൻസ് നടത്തുന്നത് ഇൻസ്പെക്ടർ വിൻഡോയിലാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാം, കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ മാനിപ്പുലേഷൻസ് എല്ലാം നടക്കുന്നത് ഇൻസ്പെക്ടർ വിൻഡോയിലാണ്. അതിനുശേഷമുള്ളതാണ് ടൈം ലൈൻ വിൻഡോ. ഈ വിൻഡോയിലാണ് ശരിക്കും നിങ്ങളുടെ എഡിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫയലും ഓഡിയോയും ടൈറ്റിൽസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതും ഫൈൻ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ടൈം ലൈൻ വിൻഡോയിലാണ്. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഈ ഇൻ്റർഫേസ് ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും.